നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുതുപ്പള്ളിയിലേക്ക് വലിയ ജനപ്രവാഹമായിരുന്നു. രാവിലെ മുതൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ ഒപ്പം കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളൊക്കെ പുതുപ്പള്ളിയിലെത്തി അനുസ്മരണവും ആദരാഞ്ജലിയും അർപ്പിച്ചുപോയി. ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളും കല്ലറയിലെത്തി ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ വിതുമ്പലോടെ കുറച്ചു നേരം നിന്നിട്ടാണ് പോയത്. രാവിലെ മുതൽ വലിയ തോതിൽ ജനപ്രവാഹമായിരുന്നു. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തി. ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിന് മുമ്പിൽ ധാരാളം നിവേദനങ്ങൾ ഇന്നലെയും ലഭിച്ചു. ആ ശവകുടീരത്തിന് മുമ്പിൽ കൈകൾ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം അനുദിനം പെരുകി വരുന്നു. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലേഖകൻ ആർ പീയൂഷിനെ പുതുപ്പള്ളിയിലേക്ക് അയച്ചിട്ട് ഞാൻ പ്രധാനമായും പറഞ്ഞത് അല്പം വൈകി ഒരു സന്ദർശനം കൂടി നടത്തണമെന്നാണ്. ആളും ആരവുമൊക്കെ ഒഴിഞ്ഞു പോയതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ആരുമില്ലേ എന്നറിയാൻ രാത്രി 11 മണിക്ക് ശേഷമാണ് പീയൂഷ് അങ്ങോട്ട് പോയത്. പകൽ സമയത്ത് ഓർമ്മ ദിനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ രാത്രി 11:30 മണിക്കും ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിലേക്ക് ജനപ്രവാഹമായിരുന്നു. കൈകൂപ്പി കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ, ഉമ്മൻചാണ്ടിക്ക് നിവേദനം കൊടുത്താൽ ഇപ്പോഴും കാര്യം സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, അവർ ഒരിക്കലും നിലച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഉമ്മൻചാണ്ടി മരിച്ച അന്നു മുതൽ ഒരു പുണ്യവാന്റെ ശവക്കല്ലറയിൽ പ്രാർത്ഥിക്കുവാൻ എത്തുന്നത് പോലെ ആയിരക്കണക്കിന് മനുഷ്യർ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്നലെയും തുടർന്നു. പാതിരാത്രിയിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തിലോ അല്ലെങ്കിൽ മാന്നാനത്തെ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിൻ്റെ കബറിടത്തിലോ ഒക്കെ ആളുകൾ എത്തുന്നത് പോലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്കും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ലോകത്ത് തന്നെ അത്ഭുതമായിരിക്കാം ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് ഓർത്തഡോക്സ് സഭ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. കത്തോലിക്ക സഭയിൽ നിന്നും വ്യത്യസ്തമായി ഓർത്തഡോക്സ് സഭ അത്തരം കാര്യങ്ങളിലൊക്കെ പിശുക്ക് കാട്ടുന്നവരാണ്. പക്ഷെ വിശ്വാസികൾ അദ്ദേഹത്തെ വിശുദ്ധനായി സ്വീകരിച്ചിരിക്കുന്നു. അത് ക്രൈസ്തവർ മാത്രമല്ല, സംസ്ഥാനമെമ്പാടുമുള്ള സാധാരണ മനുഷ്യർ, മതമോ ജാതിയോ ഇല്ലാതെ. അവർ കരുതുന്നു ഉമ്മൻചാണ്ടിയെപ്പോലെ പാവങ്ങളെ സ്നേഹിച്ച ഒരു മനുഷ്യനോട് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന്. ഓരോ ദിവസവും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നതാണ്. പാതിരാത്രിയിൽ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ കണ്ട കാഴ്ചകൾ, ഉമ്മൻചാണ്ടിയെ കാണാൻ എന്തിന് നിങ്ങൾ ദൂരദേശത്തു നിന്നും ഈ പാതിരാത്രിയിൽ എത്തി എന്നതിനുള്ള ഉത്തരമൊക്കെ ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് അവിടെ എത്തിയവരോട് ചോദിച്ചു മനസ്സിലാക്കുന്ന റിപ്പോർട്ട് കാണുക. ഏറെ വൈകിയും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഈ സന്ദർശകരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. രാവിലെ ആയിരുന്നു ഈ അനുസ്മരണ പരിപാടിയെങ്കിലും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമൊക്കെ ഒരുപാട് പേർ വന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും രാത്രിയുമൊക്കെ പുതുപ്പള്ളി പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് ആളുകൾ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സമയം രാത്രി 11 മണി കഴിഞ്ഞു. ഈ 11 മണി സമയത്തും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ അദ്ദേഹത്തെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. 6 മണി മുതലും 5 മണി മുതലുമൊക്കെ ആളുകളുടെ ഒരു പ്രവാഹം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വൈകിയ വേളയിലും ഇവിടെ എത്തിയത് അദ്ദേഹത്തോടുള്ള സ്നേഹമാണോ? എന്താണ്? തീർച്ചയായിട്ടും ഞങ്ങൾ നമ്മുടെ അനിയനെ കൊണ്ടുവിടാനായിട്ട് എറണാകുളത്ത് പോയിട്ട് വരിക. അപ്പം ഇത്രയും ജനകീയനായ ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്ത് ഈ വർഷം 1 വർഷമായി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് സന്ദർശിക്കാൻ ഞങ്ങൾക്കൊരു അവസരം ലഭിച്ചത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഞങ്ങൾ സ്വദേശം അടൂരാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ സന്ദർശിച്ചിട്ട് പോകണം എന്നൊരാഗ്രഹം തോന്നി വന്നതാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു? അതെ, നല്ല കാര്യങ്ങളല്ലേ എപ്പോഴും ചെയ്തിട്ടുള്ളത്. നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു, ജനകീയനായിരുന്നു. ഇനി അങ്ങനെ ഒരാളെ കിട്ടുമെന്ന് സംശയമാണ്. സ്നേഹമാണല്ലേ ഇപ്പം ഇവിടേക്ക് വന്നത്? ഉറപ്പായിട്ടും. ചേട്ടാ, എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുന്നത്? സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യമായിരുന്നു. ഏത് സമയത്തും എന്ത് കാര്യത്തിനും നമുക്ക് ഭയങ്കര ആക്സസിബിളായിരുന്നു. ഇപ്പം സാറ് പോയ പിന്നെ 1 വർഷമായെന്ന് പറഞ്ഞാലും ആ ഒരു വിടവ് ഇനിയും നികത്താൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പം രാത്രി 11 മണി കഴിഞ്ഞു. ഈ സമയത്ത് ഇവിടെ എത്താൻ? എൻ്റെ വീട് അടൂരാണ്. ഞാൻ അടൂർ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്.
പിന്നെ ഇന്ന് അവിടെ അടൂരും കുറച്ച് സാറിൻ്റെ സ്മരണാർത്ഥം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആളൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ വന്നത്. പലരും അങ്ങനെ തന്നെയാണ് ഇവിടേക്ക് എത്തുന്നതുമൊക്കെ. ചേച്ചി എങ്ങനെയാണ് സാറിനെ ഓർമ്മിക്കുന്നത്? സാറിനെ ഭർത്താവ് സാറുമായിട്ട് 15 വയസ്സായി രാഷ്ട്രീയത്തിലിറങ്ങിയ. അന്നേരം സാറുമായിട്ടായിരുന്നു ആദ്യം, പുതുപ്പള്ളിയിലായിരുന്നു. അന്നേരം അന്ന് മുതലുള്ളൊരു ബന്ധമാണ് സാറുമായിട്ട്. പിന്നെ നമുക്ക് കുടുംബപരമായിട്ട് ഒത്തിരി നമുക്ക് സഹായങ്ങളൊക്കെ ഒത്തിരി സാറുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം പകലിങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ 11 മണിക്ക് എത്തിയത്. ഇപ്പം മോനെയും കുട്ടി എത്തിയതാണ്. ഈ ദിവസം വന്നില്ലേ പിന്നെ എന്താ വരിക അല്ലേ? പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും നല്ലൊരു മനുഷ്യനായിരുന്നു. തീർച്ചയായും നമുക്ക് ആർക്കും എപ്പോഴും വേണേലും ഓടിച്ചെല്ലാവുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു അല്ലേ? നീതിമാനായിരുന്നു. പറയുമ്പോൾ തന്നെ ചേച്ചിയുടെ ശബ്ദം ഇടറുന്നുണ്ട്. എന്തായാലും ഈ വൈകിയ വേളയിൽ ഇവിടെ എത്തിയത് അദ്ദേഹത്തിന് ഈ ഒരു ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ടിയിട്ടാണ് എത്തുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ. ഒരു പാർട്ടി പ്രവർത്തകനാണ്. അതെ അതെ അതെ. എന്താണ് അദ്ദേഹത്തോട് ഇത്ര സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പുതുപ്പള്ളിയിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് പ്രിയമുള്ള ഉമ്മൻചാണ്ടി സാറ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക്, ഞാൻ മീനടം പഞ്ചായത്തിൽ, പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലുള്ള മീനടം പഞ്ചായത്തിൽ താമസിക്കുന്നത്. ഞങ്ങളുടെ പഞ്ചായത്ത്, ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ 7000 കിലോയോളം അരി ഞങ്ങൾ ഇന്ന് കൊടുത്തു. ഞങ്ങൾ തന്നെ ചുമന്ന് ഇറക്കി കൊടുത്തു. 5000 കിലോ നമ്മുടെ നവജീവൻ ട്രസ്റ്റിൽ സാറിൻ്റെ നാമത്തിൽ അങ്ങനെ ചെയ്തു കൊടുത്തു, മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. പിന്നെ കൂടെ സാറിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാതോരാതെ പറയാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാണല്ലോ ആ കബറങ്കൽ ആൾ കാണും. ഇപ്പോൾ ഈ ഇത്രയും രാത്രി വൈകിയും പിന്നെ ഇന്ന് രാവിലെ മുതൽ വെളുപ്പിനെ മുതൽ വൈകിട്ട് വരെയും ഉള്ള ഈ സമയം വരെയും ഉള്ള ആളുകൾ ഒഴുകിയെത്തുന്നത് സാറിനോട് അതുപോലെ ഒരു വീട്ടിലെ ഒരു അംഗം എന്നുള്ളതിൽ. കാരണം പുതുപ്പള്ളിക്കാർ എത്ര വൈകിയാണേലും ഏതൊരാവശ്യത്തിന് സാറിനെ വിളിച്ചാലും സാർ ഓടിയെത്തുന്ന, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ഇവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ, തിരുവനന്തപുരത്താണെങ്കിലും അല്ല ഡൽഹിയിലാണെങ്കിലും സാറ് കൃത്യമായിട്ട് അതിൻ്റെ മറുപടിയും അതിൻ്റെ വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യുമെന്ന് ഇവിടുത്തെ ഓരോ കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ സാറിൻ്റെ വീട്ടിലെ സ്വന്തം സഹചാരിയാണ്. എനിക്ക് ഒരു വേദനഘട്ട സമയമൊക്കെ വന്നപ്പോഴും സാറിൻ്റെ കരങ്ങളാണ് എന്നെ പിടിച്ചു നിർത്തിയത്. എൻ്റെ സഹോദരിക്ക് വളരെ സീരിയസ് ആയ ഒരു അവസ്ഥ വന്നപ്പോഴും അതിനെ ശ്രീജിത്തിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യുകയും, അതുപോലെ എൻ്റെ വീട്ടിലെ ഒരു വേദനാജനകമായതോ സന്തോഷകരമായ ഏതവസ്ഥ ഉണ്ടായിരുന്നാൽ പോലും സാറ് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നറിഞ്ഞാൽ പോലും ഓടിയെത്തുകയും ഞങ്ങളുടെ ആ പ്രശ്നത്തിന് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിൻ്റെ പരിഹാരം കണ്ട് എത്തുകയും ചെയ്യുന്ന സാറ് മരിച്ചിട്ടും ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നില്ല ഞങ്ങളിൽ നിന്ന് വിട്ടുപോയെന്നുള്ളത്. അത്രയ്ക്കും ഒരു സാറുമായിട്ടുള്ളൊരു ബന്ധമാണ്, ആത്മബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഒരു സമയത്ത് പോലും വരദാടൻ ഇവിടെ എത്തിയതിൻ്റെ പ്രധാന കാരണം ആളുകൾ എത്രത്തോളം ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു, ആ ജനമനസ്സുകളിലൊക്കെ അദ്ദേഹം ജീവിക്കുന്നു എന്നൊക്കെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ രാത്രി ഇപ്പോൾ ഞങ്ങളിത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 11:11 ഈ സമയത്താണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ നിന്ന് തന്നെ. എന്തായാലും ഈ വൈകിയ വേളയിലും ആളുകൾ ഇവിടേക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി എത്തുന്നുണ്ട് എന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുക മാത്രമാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം തന്നെ. എന്തായാലും ജനമനസ്സുകളിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് ഒരിക്കലും മരണമില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. പുതുപ്പള്ളിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.